ഹേ ബഡീസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ബാർസലോണയിൽ നിന്ന് കുറച്ച് വിട്ട് മാറി നിൽക്കുന്ന മോൺസെറാത്ത് എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ബാർസലോണയിൽ നിന്ന് മറ്റൊരു ഗുഡ് മോർണിംഗ്. അധികം ആരും ബാർസലോണയിൽ വന്നാൽ കാണാതെ പോകുന്ന ഒരു സ്ഥലം, അത് ഞാനിന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോയി കാണിക്കാൻ പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് മോണ്ടെറിസോ എന്നാണ്. ഒരു മൊണാസ്ട്രിയാണ്. എനിക്ക് വലിയ പിടിപാടൊന്നും ഇല്ല, ഇങ്ങനെ ഗൂഗിളിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. നമ്മളിന്ന് അവിടെ പോകുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, കൂടെ നിങ്ങളും പോരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന വകുപ്പൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം. ഒരു വേഗ് ഇൻഫോ അതിനകത്തുണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്പ് അത് വിശ്വസിച്ചാൽ മതി. ഇവിടെ എല്ലാം ഗൂഗിൾ മാപ്പാണ്. നമ്മൾ പ്ലാസ എസ്പിനോട് വരുമ്പോൾ മോണ്ടെസെറാത്ത് പോകാനുള്ള ടിക്കറ്റ് മെഷീൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. ഇതിൽ നമ്മൾ സംഭവം സിമ്പിളാണ്. നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കമ്പൈൻഡ് മോണ്ടെസെറാത്ത് ടിക്കറ്റ് €13.85. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ FGCയുടെ ആളുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഹെൽപ്പ് ചെയ്ത് തരും. എന്നിട്ട് ഇവിടോട്ട് കയറി നിന്ന് അതേ ഇവിടെ വരും ട്രെയിൻ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, തിരിച്ചിവിടെ തന്നെ വരുന്നതുമാണ്. അപ്പോൾ നോ വറീസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വൺ സൈഡ് €13.85 ആണ്. അത് ട്രെയിൻ ടിക്കറ്റ് പ്ലസ് റാക്കറയിലുണ്ട്. മുകളിലേക്ക് കുന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്നത് ഹൈക്ക് ചെയ്യാൻ വയ്യ, തിരിച്ച് നമുക്ക് ഹൈക്ക് ചെയ്യാം, അങ്ങോട്ട് നമുക്ക് ട്രെയിനിന് പോകാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 RR5 മണറേസ 8:15 വരും. അപ്പോൾ അതുവരെ നമ്മൾ നോക്കിക്കണം. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി ഗൈസ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. ബാർസലോണ നിന്ന് മോൺസെറാത്ത് പോകാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. ട്രെയിനിൽ നമ്മൾ ബാർസലോണ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഔട്ടർ ഏരിയാസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. സോ പ്രകൃതി ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ച് സ്പെയിനിൻ്റെ നേച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് പോകാം. രണ്ട് സൈഡിലും ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാനായിട്ട് ഒരു ഫീല് തന്നെയാണ് സ്പെയിൻ ബാർസലോണയിൽ നിന്ന് മോൺസെറാത്തിലേക്കുള്ള യാത്ര. നമ്മൾ മോണ്ടെസെറാത്ത് വരുമ്പോഴേ കേബിളാണ് എടുക്കുന്നതെങ്കിൽ, കേബിൾ കാറാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഈ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഇല്ലെങ്കിൽ ഇതിനടുത്തുള്ള സ്റ്റേഷനിലാണ്. ട്രെയിൻ വന്ന് ഇറങ്ങേണ്ടത് റാമ്പ് ട്രെയിനാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ മോണിസ്ട്രോൾ എന്ന് പറയുന്ന സ്റ്റേഷനാണ്, ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റാമ്പ് ട്രെയിൻ എടുക്കുന്നത്. നമ്മൾ പുറകെ കാണുന്ന മലയില്ലേ, അതിൻ്റെ മണ്ടയിലാണ് പോകുന്നത്. അതേസമയം നമ്മൾ കേബിൾ കാറാണ് എടുക്കുന്നെങ്കിൽ ഇത് മുമ്പിലത്തെ സ്റ്റേഷനിൽ ഇറങ്ങണമായിരുന്നു. നമ്മൾ ഇവിടെയാണ് വന്ന് ഇറങ്ങുന്നത്. ഇവിടെ തന്നെ നിന്നാൽ മതി. ഇവിടെ നമുക്കുള്ള റാമ്പ് ട്രെയിൻ വരും. പ്ലാറ്റ്ഫോം 4 എന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്ലാറ്റ്ഫോം 4 ഡിറ്റക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം നമ്പർ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ആകെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരും എന്നാണ് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് പോകാനുള്ള റാമ്പ് ട്രെയിൻ. ഇതിങ്ങനെ ഇവിടെ വരിക, ഇവിടെ നിന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുക, തിരിച്ചിവിടെ വരിക, അങ്ങനെ പൊക്കോണ്ടിരിക്കും. അങ്ങോട്ട് നമ്മൾ ട്രെയിനിൽ പോകും, തിരിച്ച് നമ്മൾ ഹൈക്ക് ചെയ്യാം. ഓക്കെ, നല്ല രസമുണ്ട്. നല്ല ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് വിഷ്വലൊക്കെ കിട്ടുന്ന സെറ്റ് ചെയ്തിരിക്കുന്നത്. കളറും കൊള്ളാം, രസമുണ്ട്. ഇതൊരു റാമ്പിംഗ് ട്രെയിനാണ് കേട്ടോ. ഇതിന് വിഷ്വൽ ഒരു രക്ഷയില്ല. അതായത് നമുക്ക് ഇതിപ്പോൾ ഫുള്ള് റിഫ്ലക്ഷനാണ്, എന്തായാലും ഞാൻ പറയുകയാണ്. ഇത് അതൊക്കെ അടുത്തതാണ് നമ്മൾ പോകുന്ന മോണ്ടെസെറാത്ത്. അപ്പോൾ ഇതിങ്ങനെ വട്ടം ചുറ്റി നമ്മളെ മേള് വരെ എത്തിക്കും. ഹയർ എലിവേഷനിലേക്ക് വലിഞ്ഞു കയറുന്നത് കൊണ്ടാണ് ഇതിനെ റാമ്പ് ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഊട്ടിയിലും ഉണ്ട് കേട്ടോ ഇതുപോലൊരു റാമ്പ് ട്രെയിൻ. ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെന്നേ ഉള്ളൂ. നമ്മൾ മല കയറി ട്രെയിനിൽ പോകുമ്പോൾ താഴേക്കുള്ള കാഴ്ച ഭയങ്കര മനോഹരമാണ്. അത് സൺറൈസിൻ്റെ ഒക്കെ രാവിലത്തെ ട്രെയിനാണ് പോകുന്നതെങ്കിൽ ഭയങ്കര രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച കാണാനായിട്ട്. അങ്ങനെ നമ്മൾ റാക്ക് റെയിലിലൂടെ ഹൈറ്റൊക്കെ കയറി മോണ്ടെസെറാത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഈ മോണ്ടെസെറാത്ത് ടു മറ്റേ മോണ്ടിസെറോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്ന ട്രെയിനാണ്. ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഇറങ്ങിയത് ഞാനാണ്. അപ്പോൾ അടിപൊളി സ്ഥലം. അപ്പൊ അന്ന് വരവൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ കേബിൾ കാർ ആണെങ്കിൽ ഒന്നും കൂടെ വ്യൂ ആയിരിക്കും കാണാനായിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ട്രെയിനിലാകുമ്പോൾ റാക്ക് ട്രെയിനിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കണം. അഡീഷണൽ പറയാനുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സംഭവമാണ് നമ്മുടെ ഈ മൊണാസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് കാറിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ്. കാറിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് നടന്നു പോകാൻ പറ്റും. അഡീഷണൽ ഇൻഫോ. ഇതാണ് നമ്മുടെ മൊണാസ്ട്രി. ഈ മൊണാസ്ട്രിയുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ ഏരിയ ഉണ്ട്. ഞാനിപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട്. നമുക്കധികം താമസിക്കാതെ എത്തിയത് കൊണ്ട് ഏർലി മോർണിംഗിലെ ട്രെയിൻ പിടിച്ച് ചെയ്യാം. ഇവിടെ ഇതുവരെ വെറ്ററേഷൻ ട്രെയിൻ പിടിച്ച് ഇവിടെ എത്തിയത് കൊണ്ട് വലിയ തിരക്കില്ലാതെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, ഇത് അന്യായ വ്യൂ ആണ് കേട്ടോ. ഇത് ബാർസലോണ എസ്പാനിയ സ്റ്റേഷനിൽ നിന്ന് ഒരു 8:15 കൂടിയിട്ട് ആദ്യത്തെ ട്രെയിൻ പിടിച്ച് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു 10 മണിയോട് കൂടിയിട്ട് എത്തും. എസ്പാനിയ ടു മോണ്ടെറിസോ താഴെ വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിൻ്റെ എന്തോ യാത്രയേ ഉള്ളൂ, 1 മണിക്കൂർ സംതിങ്. പിന്നെ അവിടെ നിന്ന് നമ്മളടുത്ത് ഈ റാക്ക് ട്രെയിനോ കേബിൾ കാറോ പിടിച്ച് മേളിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിലേ, അത്ര മാത്രമേ ഉള്ളൂ. ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ മേളിൽ ഹൈക്ക് ടൈമുണ്ട്. അല്ലെങ്കിൽ കേബിൾ കാറോ റാക്ക് ട്രെയിനോ ഒക്കെ ആണെങ്കിൽ 15 മിനിറ്റ് താഴെ നിന്ന് മേളി വരെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. എത്രയും നേരത്തെ എത്താമോ അത്രയും തിരക്കുകൾ ഒഴിവാക്കാൻ പറ്റും. ഒരു ഇളം തണുപ്പിൽ വലിയ വെയിലില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
ഇവിടെ കാണുന്ന ബാൽക്കണി വ്യൂ പോയിന്റിലെ ഈ ആർച്ച് കവാടങ്ങളിൽ കൂടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴെയുള്ള വാലീസ് കാണുന്ന ഒരു ഫീലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് വിവരണങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് ഇഷ്ടമുള്ള ടിക്കറ്റ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് എടുക്കാം. ഈ ഐഡിയ തരാം. ഇവിടെ മോണ്ടെസറാത്തിലെ എല്ലാത്തിനും ടിക്കറ്റ് ഉണ്ട്. പിന്നെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇൻഫോ സെൻറ്ററിൽ വന്ന് നമുക്ക് ചോദിച്ചിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് വെർജിൻ മേരിയെ കാണണമെന്നുണ്ടായിരുന്നു. ദൈസ് ആണെന്നാണ് ബ്ലാക്ക് വെർജിൻ മേരി എന്ന് പറയുന്നത്. ദ ബ്ലാക്ക് മദോണ എന്ന് പറയും. അപ്പോൾ ഇതിന് കാണാനായിട്ട് €7 ടിക്കറ്റാണ്. ഈ €7 ടിക്കറ്റിൽ നമുക്ക് ബസിലിക്കയും കാണാൻ പറ്റും, വെർജിൻ മേരിയും കാണാൻ പറ്റും. പക്ഷേ ഇത് 12 മണിയായിട്ട് തുറക്കത്തുള്ളൂ. ഞാൻ ഇവിടെ കുറേ ദിവസം നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് കേബിൾ കാർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ €16 ആണ്. പക്ഷെ നമുക്ക് വൺ വേ മേളിലേക്ക് €8 പോവാം. അവിടെ നിന്ന് തിരിച്ച് നമുക്ക് നടന്ന് ഇറങ്ങി വരാൻ പറ്റും. ആ നടന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ക്രോസ്, ഞാൻ ഇച്ചിരി മുമ്പ് വീഡിയോയിൽ കാണിച്ചായിരുന്നില്ല, ക്രോസിൻ്റെ വ്യൂ കാണാൻ പറ്റും. കാണിച്ചായിരുന്നു? ഇല്ലെങ്കിൽ അവിടെ നിന്ന് കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇഷ്ടംപോലെ സമയം എനിക്കുണ്ട്. ഇവിടെ നിന്ന് ഒരു ഹാഫ് വേ മേളിലേക്ക് നമ്മൾ കേബിൾ കാറിൽ പോകുന്നു, €8. അവിടെ നിന്ന് നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു 45 മിനിറ്റ്. അപ്പോഴത്തേക്ക് ബസിലിക്ക തുറക്കും. അപ്പോൾ ബസിലിക്കയും കണ്ട് വെർജിൻ മേരിനെയും കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഹൈക്ക് ചെയ്ത് താഴേക്ക് പോകാം എന്നുള്ള മൈൻഡിലാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ അതല്ലാതെ ഇവിടെ പുള്ളിക്കാർക്ക് എനിക്ക് കുറേ സാധനങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിയം ഉണ്ട്, എക്സിബിഷൻ ഉണ്ട്. മ്യൂസിയത്തിന് €8, എക്സിബിഷന് എത്ര €8, എല്ലാം €8 അറേഞ്ച് വരും. പിന്നെ സ്റ്റുഡൻറ്റ് ഓഫർ വേറെ ഉണ്ട്. അതായത് നോർമൽ ടിക്കറ്റിൽ നിന്ന് എല്ലാത്തിനും €1 കുറവാണ് സ്റ്റുഡൻറ്റ് ഓഫർ. ഞാൻ എൻ്റെ പഴയ സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ചു, അവരെനിക്ക് €1 കുറച്ച് തന്നു. എന്തിനെന്തോ. ഇനി നമുക്ക് എന്തായാലും കേബിൾ കാർ തപ്പി പോവാം. എന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണാം. ലിറ്റിൽ ബിറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്ലാൻ ഗൈസ്. ഞാൻ കേബിൾ കാർ തപ്പി നടന്നു തുടങ്ങിയതാണ്. പക്ഷേ കേബിൾ കാർ കണ്ടില്ല. ഇപ്പോൾ കുറച്ചധികം നടന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുള്ള് മേളിലേക്ക് നടക്കാം എന്ന് കരുതി തിരിച്ച് നടക്കാം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു 1.5-2 മണിക്കൂർ. അപ്പോഴത്തേക്ക് ഉച്ചയാവും. അപ്പോൾ നമുക്കിതും കണ്ടിട്ട് റെസ്റ്റ് എടുത്ത് ഫുഡും കഴിച്ച് താഴേക്ക് വീണ്ടും നടക്കാം. അപ്പോൾ ഇന്ന് ഫുള്ളൊരു കിടിലൻ ഹൈക്കാവും. എൻ്റെ കാലും ഒരു പരിവാവും. അയ്യോ, എന്നാ അടിപൊളി വ്യൂ നോക്കിയേ. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും അവിടെ ഒരു ചെറിയ ഫോഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. മൊണാസ്ട്രി എന്നുള്ള മണിനാദങ്ങളാണ് കേൾക്കുന്നത്. അതായിരുന്നു മൊണാസ്ട്രി. അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ നിന്ന് ഇവിടെ എത്തി. ഇവിടെ ഒരു ക്രൂസ്, ഒരു കുരിശിവിടുണ്ട്. സോറി, എല്ലാം കൂടെ മിക്സായി പോയതാണ്. ഓ, അടിപൊളി വ്യൂ കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് വ്യൂ നോക്കാം. വാവ്, ഈ വ്യൂ നോക്കിയാൽ മക്കളെ എന്തു രസമാണ്. ആ കുരിശ് തേടിയാണ് ഞാൻ വന്നത്. അതായിരുന്നു മൊണാസ്ട്രി. അവിടെ നിന്ന് നമ്മൾ കറങ്ങി ഇങ്ങനെ ഇവിടെ വരെ എത്തി. നമുക്ക് ആ കുരിശിൻ്റെ അടുത്ത് പോകാം. ഓ, എന്ത് രസമല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ബാർസലോണ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒഴിവാക്കരുത്. മോണ്ടെസറാത്ത് മനസ്സിൽ കരുതി വെച്ചോ, കുറിച്ചിട്ടോ, ഒരു ദിവസം ഈ സ്ഥലത്തിന് വേണ്ടി മാറ്റി വെച്ചേക്ക്. ഇവിടുത്തെ ഹൈക്കിങ്ങും ഇവിടുത്തെ മൊണാസ്ട്രിയും അതെല്ലാം എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടേക്കുള്ള ട്രാവൽ സ്പെയിൻ ആണോ ബാർസലോണ ആണോ, ദിസ് ഈസ് വർത്ത് ഇറ്റ്. പിന്നെ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് വ്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ സ്പെയിൻ ഈസ് സ്പെയിൻ. യൂറോപ്പിൽ ഇങ്ങനത്തെ ഒരു വിഷ്വൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. കയറി ഇങ്ങനെയുള്ള കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇംഗ്ലീഷ് ഇച്ചിരി കുറവുണ്ട്. ഏതാണ്ട് ഈ ഹൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നടന്നാലേ അറിയത്തുള്ളൂ. വലിയ രസമൊന്നുമില്ല ഇങ്ങനെ നടന്ന് കയറാൻ. പിന്നെ ഹൈക്കിങ് ഇഷ്ടമുള്ളവർക്ക് ഓക്കെയാണ്. എപ്പോൾ ഹൈക്കിങ്ങിന് പോയാലും കയ്യിൽ വെള്ളവും പ്രോട്ടീൻ ബാറോ ചോക്ലേറ്റോ എന്തെങ്കിലും മസ്റ്റായിട്ട് കരുതിക്കണം. ഇല്ലെങ്കിൽ വലിയ അബദ്ധമായി പോകും. ഓക്കെ, ഞാൻ നടന്ന് എവിടേക്കോ എത്തിയപ്പോൾ അവിടെയും ഒരു മലയുടെ മണ്ടയിൽ ഒരു കുരിശുണ്ട് ഗൈസ്. കണ്ട, ഇനി സൂട്ട് ചെയ്താൽ കാണാം, നല്ലോണം കാണാം. പക്ഷെ അവിടെയും ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട. ആൾ താമസം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പൊളിച്ചടിക്കിയ പോലെ ഇരിക്കുന്നു. പക്ഷേ അവിടെ ആൾക്കാർ പോകാറുണ്ടെന്ന് മനസ്സിലായി. കൊള്ളാം. ഇപ്പം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് നോക്കിയാൽ മൊണാസ്ട്രി ഒന്നും കാണാൻ പോലും ഇല്ല. പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നത് മുഴുവൻ ഭയങ്കര മലനിരകളും കാറ്റും മാത്രമാണ്. കാറ്റ് കാണാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടുന്നും ഹൈക്ക് ചെയ്ത് വേണമെങ്കിൽ ആ കാണുന്ന മലയുടെ മേളിൽ പോകാൻ പറ്റും, അതിൻ്റെ മേളിൽ പോകാൻ പറ്റും. ഇത് എക്സ്ട്രീം ടോപ്പാണ്. പക്ഷേ ഇതിന് ഇവിടുന്ന് കുറേ ഹൈക്കുണ്ട്. ഞാൻ അത്രയും പോകുന്നില്ല. ഞാൻ അത്രയും പോയി കഴിഞ്ഞാൽ തിരിച്ച് മൊണാസ്ട്രി എത്താൻ ലേറ്റ് ആവും. പിന്നെ എനിക്ക് ട്രെയിൻ പിടിക്കാൻ ലേറ്റ് ആവും. ബാർസലോണ എത്താൻ ലേറ്റ് ആവും. അക്കോമഡേഷൻ ഇന്നും ബാർസലോണയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ എടുക്കണമായിരുന്നു. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എക്സ്ട്രീം ടോപ്പ് പോകണം. കാരണം എക്സ്ട്രീം ടോപ്പിൽ ആളുകൾ നിൽപ്പുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതാ കാണുന്നതാണ് എക്സ്ട്രീം ടോപ്പ് എന്ന് പറയുന്നത്. അതും
പിന്നെ അതും അവിടെയും ഒരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താഴത്തെ കുരിശിൻ്റെ അവിടെ നിന്ന് കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ വേർഷനിലുള്ള വ്യൂ കിട്ടും നമുക്ക്. ഇനിയും മുകളിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് താഴേക്ക് നോക്കണം. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇത്രയും വന്നതിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. ഇനി ഞാൻ തിരിച്ച് മൊണാസ്ട്രി പോയില്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഈ മലനിരകൾക്കിടയിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് മോണ്ടസെറാത്ത് മൊണാസ്ട്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മൊണാസ്ട്രിക്ക് നടന്ന് കാണാം. ഇവിടെ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായി. നേരത്തെ അങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര സൈലൻസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഭയങ്കര കലവല സൗണ്ടൊക്കെയാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ വന്ന് കയറിയവരാണ്. ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ ശബ്ദ കൊലാഹലങ്ങൾക്കിടയിൽ കൂടെ എന്താണ് മൊണാസ്ട്രിയിലുള്ളത് നമുക്ക് പോയി നോക്കാം. പുള്ളി ഈ മൊണാസ്ട്രിയുടെ ഫൗണ്ടറാണ് കേട്ടോ. എഴുതിച്ചിട്ടുണ്ട് അബാത്ത് ഒലീബ, ഫൗണ്ടർ ദ മൊണാസ്ട്രി. നല്ലൊരു ആംബിയൻ സ്ഥലത്താണ് പുള്ളി ഇരുത്തിയേക്കുന്നത്. ഓക്കെ, ഒരു ഫോറസ്റ്റ് വൈബൊക്കെ സെറ്റ് ചെയ്ത് നേരെ മൊണാസ്ട്രിയെ ഫേസ് ചെയ്ത് ഇരുത്തിയേക്കുന്നത്. കൊള്ളാം. ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം പോലത്തെ സെറ്റപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മളൊന്ന് മുകളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായി തുടങ്ങി. പിള്ളേരും വിസിറ്റേഴ്സും ടൂറിസ്റ്റും ഒക്കെ ആയിട്ട് നല്ല തിരക്കായി തുടങ്ങി. ബ്ലാക്ക് മന്തോണയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തായിരുന്നു. €7 ആയിരുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ബസിലിക്കയുടെ സൈഡിൽ കൂടെ പോയി ബസിലിക്കയുടെ ഉള്ളിലൂടെ കാണാൻ പറ്റും. ബസിലിക്കയുടെ സെൻട്രൽ എൻട്രൻസ് പറ്റില്ല, അതിന് വേറെ ടിക്കറ്റ് എടുക്കണം. €7 ആണ് ഈ ടിക്കറ്റ്. ഇത് നമ്മളിങ്ങനെ സൈഡിൽ കൂടെ കയറി അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ ഒരു ഡാർക്ക് കോൺട്രാസ്റ്റ് വൈബാണ്. ഒരുപാട് ശില്പങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഓരോ അറകൾ കടന്നാണ് പോകുന്നത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കാത്തഡ്രൽ. പക്ഷേ അവിടേക്ക് ഫുൾ ആക്സസ് ഇല്ല. കാരണം ഫുൾ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. ഇതുവഴി പോകുമ്പോൾ നമുക്ക് ചർച്ചിനാകും അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ബസിലിക്കയിലെ ഹോളിബാസ് നടക്കുന്ന മദ്ബഹായുടെ വലത്തെ ഭാഗത്തൂടെ കാണുന്ന വഴിയിലൂടെ വീണ്ടും പിന്നിലേക്ക് നടന്നു കയറി നിശബ്ദത പാലിച്ച് ക്യൂ പാലിച്ച് കയറി ചെന്നിട്ടാണ് നമുക്ക് ബ്ലാക്ക് മദോനെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ മദ്ബഹായുടെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ ബ്ലാക്ക് മദോനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിനടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി അതിനടുത്ത് പോകണം. ബ്ലാക്ക് മദോനെ കാണാനായിട്ട് വളരെ കുറച്ച് സെക്കൻഡ് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. തൊട്ട് നേരെ വന്ന് നിന്ന് നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം വട്ടം ചുറ്റി നമുക്ക് ഇതിൻ്റെ പിറകിലൊരു ചാപ്പലുണ്ട്. അവിടെ വന്നിട്ട് ബ്ലാക്ക് മദോനയുടെ പിറകിലിരുന്ന് പ്രാർത്ഥിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനുമുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബ്ലാക്ക് മദോന എന്ന ഫേമസ് ആയിട്ടുള്ള സ്കൾപ്ചർ കാണാൻ പറ്റിയതും ചർച്ചിനകവും ചാപ്പലും എല്ലാം ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. നമുക്കിതിനകത്ത് പുണ്യാളനെയും ഒരുപാട് കൊത്തുപണികളും പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രോയിങ്സും കാണാൻ സാധിക്കും. എക്സ്പീരിയൻസിങ് അകത്തുനിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഓറയായിരുന്നു അകത്ത്. നമുക്ക് ബ്ലാക്ക് മദോനെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ. മുഖത്തോട് മുഖം നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ചർച്ചും മദോനെ അത്ര അടുത്ത് ഭയങ്കര ഓറ. കുറച്ച് സെക്കൻഡുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. ആ ഒരു റൂമും പിന്നെ മദോണ തിരിഞ്ഞിരിക്കുന്നതിന്റെ പുറകിലൊരു ചാപ്പലുണ്ട്. അവിടെ പോയിരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ഓഫ് ഒരു രക്ഷയിലായിരുന്നു. ശരിക്കും വെർത്തിറ്റായിട്ട് തോന്നി. മൊണാസ്ട്രി വന്നിട്ട് ഒരു സ്പിരിച്വൽ ഫീല്. നമ്മളൊക്കെ സ്പിരിച്വലി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫീല് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം ഞാൻ നടക്കുന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലാക്ക് മദോന. ഞാൻ ചെറിയൊരു ഇത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അവിടെ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. ചെറിയൊരു പാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നിടം വരെ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ബ്ലാക്ക് മദോന ഈ പള്ളിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ. കാത്തഡ്രലിൻ്റെ ഫുള്ള് കൽപ്പനകളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ഗൈഡോട് കൂടിയിട്ട് പോകണം കേട്ടോ. എന്നാലും നമുക്ക് എല്ലാ കാര്യത്തിനും ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഇമ്പാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ഗൈഡോട് കൂടി പോകണം. അത് സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. വന്നപ്പം മുതൽ അല്ലെങ്കിൽ വരാൻ തുടങ്ങിയപ്പോൾ മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് മോണ്ടസെറാത്ത് മൊണാസ്ട്രി എന്ന് പറയുന്നതെന്ന്. ഇവിടെ മോങ്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചർച്ചസിനെ അങ്ങനെ മൊണാസ്ട്രി എന്ന് പറയാറില്ലല്ലോ. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചർച്ചാണ്. ഇവിടെ സെമിനാരിയും പിന്നെ ഇതുപോലെ ചർച്ചും തിരുമേനിമാരും അച്ഛന്മാരും പിന്നെ സ്കൂളും കോളേജ് ഏതാണ്ടൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിനകത്തെ ഫീല് ഒരു നോർമൽ ചർച്ചിൻ്റെതല്ല. ഇപ്പോൾ ഈ ബ്ലാക്ക് മദോനെ കാണാൻ പോയപ്പോൾ ഉള്ള ഇതൊക്കെ ഇല്ലേ, ഇതിന് എല്ലാത്തിനും ഒരു ഓവറോൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു മൊണാസ്ട്രി ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് മൊണാസ്ട്രി, അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വാട്ട് ഈസ് എക്സാക്ട്ലി മൊണാസ്ട്രി എന്ന്. പിന്നെ സ്പെയിനിൽ കുറേ പള്ളികളെയും ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കൗതുകമായ അറിവാണ് ഇതറിയാത്തവർക്ക്. എനിക്കും അറിയത്തില്ല, ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. അപ്പോൾ മോണ്ടസെറാത്ത് മൊണാസ്ട്രിയുടെ അകമൊക്കെ ഒന്ന് കയറി കണ്ടു. വെർത്തിറ്റായിരുന്നു, ശരിക്കും ഇവിടെ വന്ന് വെർത്തിറ്റായിരുന്നു. ഇവിടുത്തെ നേച്ചർ ബ്യൂട്ടിയും പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാനുള്ള സാധനങ്ങളും എക്സ്പീരിയൻസ് ഉള്ള സാധനങ്ങളും പിന്നെ പക്കാ ബിസിനസ്സാണ്. തൊടുന്നതിന് പിടിക്കുന്ന എല്ലാം ടിക്കറ്റ് ഉണ്ട്, പൈസയാണ്. പക്ഷേ നമ്മൾ ബാർസിലോണ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വെർത്ത് വിസിറ്റിംഗ് ഏരിയയാണ്. ഫീൽ ഗുഡ് ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഹൈക്ക് ചെയ്യാനാണ് പ്ലാൻ. നടക്കുമെന്ന് കണ്ടറിയാം. അത് ഹൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാനിവിടെ വന്ന് ബുഫറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അധികം ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അതിന് 2 തരം പാസ്തയും പിന്നെ ഒരു എന്താണ് പറയുന്നത് സാൻഡ്വിച്ചാന്ന് തോന്നുന്നു, റോളും ഒരു കുപ്പി വെള്ളവും. അതെല്ലാം കൂടെ ഒരു
1525 ആയിട്ടേ ഉള്ളൂ. നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. ഇവിടെ ഈ ചീസ്, തേന് തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറുകിട വ്യവസായികളുണ്ട്. അതിനുശേഷം അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. കാറിലൊക്കെ വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫോ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഈ ചീസ് സാധനങ്ങളൊക്കെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. എനിക്കിതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് മൊണാസ്ട്രി അടുത്തേക്ക് പോയിട്ട് ഹൈക്ക് വേ കണ്ടുപിടിക്കണം. ഇൻഫോ സെൻറ്ററിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നതാണ് ഹൈക്ക് വേ. ഇതിങ്ങനെ പോകുന്ന വഴിക്ക് രണ്ട് രീതിയിൽ ഡൈവേർട്ട് ആകും. ഒന്ന് ഇച്ചിരി വിട്ടുള്ള ഏരിയയും, ഒന്ന് നല്ല ഹൈക്ക് പറ്റുന്ന രീതിയിലുള്ള ഹൈക്കിംഗ് ഷൂസ് ഉണ്ടെങ്കിൽ ഹൈക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാത്തുമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാൻ എന്താ അവസ്ഥ എന്നുള്ളത്. തണുപ്പുണ്ട് ചെറുതായിട്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ബാർസലോണയെ വെച്ച് കമ്പയർ ചെയ്യരുത്. ബാർസലോണയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഷായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ്. പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ നിൽക്കുന്നിടത്ത് അത്യാവശ്യം കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ഇച്ചിരി കട്ടിയുണ്ട്. പിന്നെ കുറേ നേരമായിട്ട് നടക്കുന്നത് കൊണ്ട് ബോഡി കുറച്ച് ഹീറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ജാക്കറ്റ് വേണം. ജാക്കറ്റ് ബാഗിലുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഹൈക്ക് വേ സജസ്റ്റ് ചെയ്യും കേട്ടോ. ഈ വരുന്നതാണ് കേബിൾ കാർ. പക്ഷേ ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ റഫായിട്ടുള്ളത് എടുക്കുമ്പോഴാണ് പിന്നെയും നമുക്ക് സീൻ വരുന്നത്. ഇതിപ്പോൾ ത്രൂ ഔട്ട് ഇതാ ഇങ്ങനത്തെ വഴിയാണ് പോകുന്നത്, കണ്ടില്ലേ താഴോട്ട്. അതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നടന്നിറങ്ങാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും. ഇതാണ് ഡൈവേർഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മോണിസ്ട്രോളിലെത്താം. ഇങ്ങോട്ട് പോകുന്നത് ലാസ്റ്റ് ക്യാന്തൽ റൊസാരി കോവേ 20 മിനിറ്റ് താഴോട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പാത്ത് അല്ല. നമ്മൾ ഇതുവഴി പോകണം, നമുക്ക് ഇതുവഴി പോകാം. അപ്പോൾ ഇതാണ് റിയൽ ഹൈക്കിംഗ് പാത്ത്. നമുക്ക് പോകേണ്ടത് മോണിസ്ട്രോളിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം. കാടാണ് ഗൈസ്. കാടിന് നടുക്കൂടെയൊക്കെയുള്ള ഹൈക്കിംഗ് ആണ്. എന്തായാലും കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് നല്ല താഴോട്ട് നോക്കിയാൽ നല്ല വിഷ്വലാണ്. പിന്നെ ഇങ്ങനെ കാട്ടിക്കൂടെയും മേട്ടിൽ കൂടെയും ഒക്കെ കടന്നു പോകുന്നൊരു പ്രത്യേകതര എക്സ്പീരിയൻസാണ്. ടെറൈൻ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഏരിയയും വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് രസമാണ്. അത് ഇവിടെ താഴോട്ട് നോക്കി വൻ മൂഡാണ്. നമ്മളെ ആ ഒരു ഇറങ്ങി വരുന്ന ആ ഒരു ക്ഷീണം നമ്മൾ അറിയത്തില്ല. പ്രത്യേകിച്ച് ഇറക്കമാണ് ഒന്ന്. രണ്ട് ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പാണ് ഇപ്പം. പിന്നെ ഇവിടെ സൈഡിൽ ഇങ്ങനത്തെ വിഷ്വൽസ് കൂടെ ഉള്ളതുകൊണ്ട് സൂപ്പറാണ്. പിന്നെ കുറച്ച് വെള്ളം കൈ കരുതിക്കണം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇതിൽ നടക്കുമ്പോൾ. ഇങ്ങനത്തെ വഴിയാണ് ഞാൻ ഇതുവരെ വന്നതിൽ സോഫാർ ഒട്ടുമിക്ക വഴികൾ ഇങ്ങനെ തന്നെയാണ്. ഇതുപോലത്തെ മോശമായ ടെറൈൻസും ഉണ്ട്. വളരെ സിമ്പിൾ ഹൈക്കാണെന്ന് ആരും കരുതണ്ട. അത്ര സിമ്പിളല്ല. എപ്പോഴും സേഫാണ്. നമ്മുടെ ഓരോ കാൽച്ചുവടിലും നമ്മൾ സേഫ് അല്ലെങ്കിൽ പാളിപ്പോവും, കുണ്ടിയടിച്ച് വീഴും. അതുകൊണ്ട് ഈ ടെറൈനും സേഫായിട്ട് സൂക്ഷിക്കണം. ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും നിങ്ങളുടെ ഒരു അറിവിന് മഴ സീസണിൽ ഈ ഹൈക്ക് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. മഴയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ടെറൈൻ അല്ല ഇത്. ഇവിടെയൊക്കെ ചള്ളയും പിന്നെ റോക്കൊക്കെ സ്ലിപ്പറി ആണെന്നുണ്ടെങ്കിൽ സീനാവും. സോ ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രമേ ഈ ഹൈക്ക് ട്രെയിൽ എടുക്കുക. ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷനാവും ഇനി എങ്ങോട്ടാണ് വഴിയെന്ന്. കാരണം താഴേക്ക് ഇതാ ഇങ്ങനത്തെ സിറ്റുവേഷനും മുകളിലേക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതാ എവിടെയെങ്കിലും കല്ലുകൾ ഇങ്ങനത്തെ വരയുണ്ടോ നോക്കുക. ഇങ്ങനത്തെ വരയുണ്ടെങ്കിൽ ഇത് തന്നെയാണ് റൂട്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കുന്നതാണ്. ഇവിടെയും ആ കല്ലിലും വരയുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റാണ്. പിന്നെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മയിൽക്കുറ്റി എവിടെയെങ്കിലും കാണും. ഇതും കാണുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴിയാണോ എന്ന് മനസ്സിലാവില്ല. പക്ഷേ ഇത് വഴിയാണ്. കാരണം നമ്മൾ ഇച്ചിരി താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ കല്ലയിൽ സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ? ഒന്നെങ്കിൽ വെള്ള ഓറഞ്ച് അല്ലെങ്കിൽ ഇതുപോലെ പച്ചയും ചുവപ്പ്, അങ്ങനെ രണ്ട് വരെയായിരിക്കും സിമ്പിളായിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കി പോവാം. നോക്കിയാൽ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഞാൻ നിൽക്കുന്നിടത്തെല്ലാം ഷാഡോ ആണ്, മറ്റേടത്തെല്ലാം നല്ല വെയിലാണ്. കൈയൊക്കെ അത്യാവശ്യം തണുക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ? നല്ല ഫ്ലെക്സിബിൾ അല്ല കൈ, ഇച്ചിരി സ്റ്റിഫാണ്. അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊരു റോഡുമായിട്ട് നമ്മൾ മെർജാവും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ടഫ് ടെറൈൻ കഴിഞ്ഞു. ഇനിയിപ്പം നോർമൽ റോഡാണ്. എനിക്ക് തോന്നുന്നു വഴി കറക്റ്റാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ എന്തോ ഒരു ബോർഡുണ്ട്, നമുക്ക് നോക്കാം. ഇവിടുന്ന് നല്ല റോഡ് മുകളിലോട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ 15 മിനിറ്റ്. പക്ഷേ ഞാനിപ്പോൾ ഈ വന്നത് ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രെയിനിലാണ് വന്നത്. പ്രോപ്പർ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പോകേണ്ടത് മോണിസ്ട്രോളിലേക്കാണ്. മോണിസ്ട്രോൾ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു 20 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. എത്തുമോ നോക്കാം. ഇനിയിപ്പം നല്ല ടെറൈനാണ്. പക്ഷെ നോക്കിയാൽ നമ്മൾ അത്രയും വലിയ മലയുടെ മണ്ടേന്നാണ്, അതായത് അപ്പോൾ ആ കാണുന്ന മലയുടെ മണ്ടേന്നാണ് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരെ എത്തിയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.
മലയൊക്കെ ഇറങ്ങി ഇതുപോലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലെത്തിയായിരുന്നു. അവിടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാം കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കി റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചാൽ മതി. വരുന്ന വഴിക്ക് നമുക്ക് ബോർഡ് കാണാൻ പറ്റും, ബാർസലോണ മണറസയ്ക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മോണ്ടെസറാത്ത് കാറിനാണെങ്കിൽ 9 കിലോമീറ്ററേ ഉള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് ബാർസലോണയ്ക്ക് ട്രെയിൻ പിടിക്കാം. നമ്മൾ ആ മെയിൻ റോഡിൽ കൂടെ പോകുന്നതിന് എളുപ്പമായിട്ട് നമുക്ക് ഈ വില്ലേജിൽ കൂടെ കയറി പോകാം. ഞാൻ അവിടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് ആയിട്ട് കാണിച്ചു തന്നെ. ഇപ്പോൾ വില്ലേജിൽ ഇറങ്ങിയിട്ട് ഇതുപോലൊരു വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ റോഡ് ചെന്ന് എൻഡപ്പ് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. സോ ഈ വഴി പിടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വില്ലേജിന് അതിനല്ലേ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇത് അവിടെ ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് മെഷീൻ ഉണ്ട്. അങ്ങോട്ടേക്ക് തിരിച്ച് ബാർസലോണയ്ക്ക് 5.75 യൂറോ. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നാണല്ലോ വന്നത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് 5.75. നമ്മൾ കേബിൾ കാറോ അല്ലെങ്കിൽ മറ്റേതൂടെ എടുക്കുകയാണെങ്കിലാണ് 13 വരുന്നത്. സോ ഓവറോൾ മോണ്ടെറസോ ട്രിപ്പ് ഇങ്ങോട്ട് വരാനായിട്ട് 5.75 പ്ലസ് പിന്നെ മറ്റേ കേബിൾ കാറിൻ്റെ ഇതൂടെ വന്നപ്പോഴത്തേക്ക് 13.85 പ്ലസ് ഇപ്പോൾ തിരിച്ചു പോകുന്ന 5.75. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൂ. സോ ബി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൈൽ യു ആർ ട്രാവലിങ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലേ. പക്ഷേ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ കാർ എടുത്ത് വരുന്നതാണ് ഏറ്റവും ചീപ്പ്. കാർ റെൻ്റൽസ് 5 യൂറോ 8 യൂറോയ്ക്കൊക്കെ ഒരു ദിവസത്തേക്ക് റെൻ്റൽസ് കിട്ടും. പെട്രോൾ അടിച്ചാൽ മാത്രം മതി. 4 പേരൊക്കെ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഈസിയാണ്. സോ ഈ വ്ളോഗ് ഓൾറെഡി കുറേ വലിച്ചു നീട്ടിയത് കൊണ്ട് ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു ട്രാവൽ കുറേ ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിലിട്ടേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഓക്കെ, മച്ചാ അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും മിസ്റ്റർ സൈനിങ് ഓഫ്. ബൈ.